ദൈവരാജ്യം എപ്പോൾ വരുന്നു എന്ന് പരീശന്മാർ ചോദിച്ചതിന്, ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെയെന്നും അതാ അവിടെയെന്നും പറയുകയും ഇല്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ. മനുഷ്യപുത്രൻ വരുന്ന കാലഘട്ടത്തെക്കുറിച്ച് യേശു പറഞ്ഞു. യേശു പഴയ നിയമത്തിലെ പല ഭക്തന്മാരെയും ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു. ആ സമയം നോഹയുടെയും ലോത്തിന്റെയും കാലം പോലെയെന്ന് യേശു അവരോട് പറഞ്ഞു. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ. യേശു വീണ്ടും ഇങ്ങനെ പറഞ്ഞു, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെയും തന്നെ അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോദോം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 28-29 വചനങ്ങൾ. ഇന്നും നോഹയുടെ കാലം പോലെ ലോത്തിന്റെ കാലം പോലെ മനുഷ്യർ ഭൗതിക സുഖങ്ങൾ തേടി തിന്നും കുടിച്ചും ഉറങ്ങിയും കഴിയുന്നു. നോഹയുടെ കാലത്ത് ജലപ്രളയം വന്ന് ജനം നശിച്ചു. ആരും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞില്ല. ലോത്ത് അബ്രഹാമിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതാണ്. എന്നാൽ അവരുടെ ഇടയന്മാർ തമ്മിലുള്ള ഭിന്നത അവരെ വേർതിരിച്ചു. ലോകത്തിലെ പച്ചപ്പുൽപ്പുറങ്ങൾ തേടി ലോത്ത് കൂടാരമടിച്ചു. ദൈവകൽപ്പന മറന്ന് സോദോം ജാതികളുമായി ഇടപഴകി ജീവിച്ചു. വലിയ പാപങ്ങളും ദുഷ്ടതകളും ആ ജനങ്ങളിൽ പെരുകി. യഹോവ ആ പട്ടണത്തെ ഉന്മൂലനാശം ചെയ്യുവാൻ തീരുമാനിച്ചു. അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിപ്പാൻ ദൈവം തീരുമാനിച്ചു. ജീവരക്ഷയ്ക്കായി പർവ്വതത്തിലേക്ക് ഓടിപ്പോകുവാൻ യഹോവ ലോത്തിനോട് പറഞ്ഞു. എന്നാൽ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുവാൻ ശക്തിയില്ല എന്നും പട്ടണത്തിലേക്ക് ഓടിപ്പോകുവാൻ കൃപ തരണമെന്നും ലോത്ത് പ്രാർത്ഥിച്ചു. ദൈവം അതിനെ അനുവദിച്ചു. ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയുമരുത് എന്ന് യഹോവ ലോത്തിനോട് പറഞ്ഞു. എന്നാൽ ലോത്തിന്റെ ഭാര്യ താൻ കൂടുതലായി സ്നേഹിച്ച സോദോമിലെ നിക്ഷേപങ്ങളിലേക്ക് പിന്തിരിഞ്ഞു നോക്കി. അവൾ തൽക്ഷണം ഉപ്പുതൂണായി മാറി. യേശു പറയുകയാണ്, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീനെന്ന്. ലോകത്തിന്റെ മോഹങ്ങളിൽ മതിമറന്ന് വീണുപോകല്ലേ. ഇന്ന് ഭൂരിഭാഗം ജനങ്ങൾ ഭൗതിക സുഖങ്ങളുടെ പുറകെയാണ്. പലരും ധനമോഹങ്ങളാൽ തങ്ങളുടെ വഴികളിൽ നിന്നും വ്യതിചലിച്ചു പോകുന്നു. യഹോവയുടെ കൽപ്പനയ്ക്കെതിരെ ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായി ബിലെയാം പോകുന്നു. പണം മോഹിച്ച് ഇസ്രായേൽ ജനത്തിന് നാശം വരുവാനുള്ള വഴി ബിലെയാം ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഫലമോ ബിലെയാം നിത്യനാശത്തിലേക്ക് പോയി. ഇന്ന് ജനങ്ങൾക്ക് സന്തോഷിക്കുവാൻ അനേക അവസരങ്ങളുണ്ട്. സന്തോഷിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന വഴികൾ ദൈവഹിതം നിറഞ്ഞതാകണം. ആത്മരക്ഷയ്ക്ക് കളങ്കം വരുന്നതൊന്നും നാം ചെയ്യരുത്. യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച നാം യേശുവിന് വേണ്ടി ഒരുങ്ങി പുതുക്കം പ്രാപിച്ച് കാത്തിരിക്കണം. കാരണം ഈ കാലഘട്ടം നോഹയുടെയും ലോത്തിന്റെയും കാലഘട്ടം പോലെ എങ്ങും ദുരുപദേശങ്ങളും ദുഷ്ടതയും ദുരാചാരങ്ങളും പകയും കയ്പും വിഗ്രഹാരാധനയും നടമാടുന്നു. നോഹയുടെയും ലോത്തിന്റെയും കാലഘട്ടം പോലെ ഒരു കാലഘട്ടം കാണുമ്പോൾ അത് യേശുവിന്റെ രണ്ടാം വരവ് സമീപമായി എന്ന് വചനം വിളിച്ചു പറയുന്നു. അതിനാൽ ആദ്യം ഉണ്ടായിരുന്ന ദൈവ സ്നേഹത്തിൽ നിന്നും ഇനി പിന്മാറരുതേ. ലോത്തിന്റെ ഭാര്യയെ പോലെ പിന്തിരിഞ്ഞു നോക്കരുതേ. കർത്താവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധരായിരിക്കാം. സാത്താനോട് നല്ല പോർ പൊരുതി കർത്താവ് ഏൽപ്പിച്ച വേല നമുക്ക് തികയ്ക്കാം. അങ്ങനെയുള്ളവർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്തതും ഹൃദയത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്തതുമായ ഒരു വലിയ സമ്മാനം ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു. അതിനർഹമായവരെ നോക്കി യേശു പറയും, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല.
വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 14 മുതൽ 17 വരെയുള്ള വേദവാക്യങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.